ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അടുത്തിടെ ജപ്പാനിൽ ഒരു ഫാക്ടറി വിസിറ്റുമായിട്ട് പോയപ്പോഴാണ് ആ രാജ്യത്തിൻ്റെ മനോഹാരിതയും ആ രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ, അവരുടെ അച്ചടക്കം, ആതിഥ്യ മര്യാദ അതൊക്കെ ഒരു വേറെ ലെവലാണ്. ക്യാമറകളുടെയൊക്കെ മാതൃരാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ആ ജപ്പാൻ യാത്രയിലാണ് സോണിയുടെ A9 Mark III ആദ്യമായിട്ട് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ സോണിയുടെ ഗെയിം ചേഞ്ചറായ A9 Mark IIIയുടെ വിശേഷങ്ങളിലേക്ക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. സോണിയുടെ ഓരോ ക്യാമറ ഇറങ്ങുമ്പോഴും റിവ്യൂവിൽ നമ്മൾ പറയാറുണ്ട് ഇതൊരു ഗെയിം ചേഞ്ചർ ക്യാമറയാണ്. അപ്പോൾ ഇത് വീണ്ടും സോണിയിൽ നിന്ന് ഒരു ഗെയിം ചേഞ്ചർ ക്യാമറ, സോണി A9 Mark III. സോണിയുടെ A9 സീരീസിലുള്ള എല്ലാ ക്യാമറകളും സ്പീഡ് കിങ് ക്യാമറകളായിരുന്നു. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും അവയോട് ബീറ്റ് ചെയ്യാൻ വേറെ ക്യാമറകളിലായിരുന്നു. അതിന് മുകളിലായിട്ട് ഏറ്റവും പുതുതായിട്ട് സോണി ഗ്ലോബൽ ഷട്ടറുമായിട്ട് A9 Mark III കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം എയുടെ സാധ്യതകൾ മാക്സിമം 7R5 R700 അതിന് പുറമെ A9 Mark III A9ൻ്റെ സാധ്യതകൾ ഒറ്റുപോലെ കൊണ്ടുവന്നേക്കുന്ന ഒരു ക്യാമറയാണ് A9 Mark III. ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്ത് ആദ്യത്തെ ഗ്ലോബൽ ഷട്ടർ ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറ എന്ന് അവകാശപ്പെടാവുന്ന ഒരു ക്യാമറയാണ് A9 Mark III. അത് എന്താണ് വ്യത്യാസം നോക്കാം. കാരണം റോളിംഗ് ഷട്ടറിനെ കുറിച്ചും ഗ്ലോബൽ ഷട്ടറിനെ കുറിച്ചും നമ്മൾ പലയിടത്തും കണ്ടു കേട്ടു അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. റോളിംഗ് ഷട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പടം ഷൂട്ട് ചെയ്യുന്നു, നമ്മളൊരു ഇമേജിനെ സെൻസറിലേക്ക് പതിയുമ്പോഴത്തേക്കും എന്താ അവിടെ സംഭവിക്കാന്ന് വെച്ചാൽ ഡാറ്റ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടണം. നമുക്ക് ഡാറ്റ ആയിട്ടാണ് ഒരു ഇമേജിനെ കിട്ടുന്നത്. നമുക്കൊരു വാട്സപ്പിൽ ഒരു ഇമേജ് വന്നാൽ ഡാറ്റ ഫോമിലാണ് വരുന്നത്. ഡാറ്റ ഫോം നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു പിക്ചറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ അതിൽ ലെൻസിൽ കൂടെ വരുന്ന ലൈറ്റ് സെൻസറിൽ പതിയുമ്പോൾ അതിനെ ഡാറ്റ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് ഏറ്റവും മുകളിൽ ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് ഹൊറിസോണ്ടലായിട്ട് കുറേ ലൈൻസ് ആയിട്ടാണ് റോളിംഗ് ഷട്ടറിൽ ഫോട്ടോ നമുക്ക് കിട്ടുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷട്ടർ സ്പീഡിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇത് നടക്കുന്നതെങ്കിലും അവിടെ ഒരു സമയം എടുക്കുന്നുണ്ട് ഈ ഡാറ്റ അവിടെ വരച്ചു വെക്കാനായിട്ട്. മാത്രമല്ല ഹോക്കി പോലുള്ള ഗെയിംസിലൊക്കെ ഹോക്കി സ്റ്റിക്കിൻ്റെയൊക്കെ പടം വളരെ ഷട്ടർ സ്പീഡ് കൂട്ടിയെടുക്കുമ്പോൾ അവിടെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഗ്ലോബൽ ഷട്ടറിൽ വരുമ്പോൾ എന്താണോ ഇമേജ് എന്ന് വെച്ചാൽ ആ ഇമേജിനെ അതുപോലെ അവിടെ ഒപ്പിയെടുക്കുകയാണ് സംഭവിക്കുന്നത്. ഇമേജ് എങ്ങനെയാണോ അതിനെ അവിടെ മിറർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ അതുപോലെ എങ്ങനെയാണോ ആ ഇമേജിനെ കാണുന്നത് അതുപോലെ അവിടെ പതിയുന്നു. എത്ര ഷട്ടർ സ്പീഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്താലും യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. നേരത്തെ നൈക്കോണിൻ്റെ C8 C9 120 ഫ്രെയിംസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫയൽ സൈസ് വളരെ കുറയും, അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ലായിരുന്നു. ഇത് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ 24.6 മെഗാ പിക്സലിൽ തന്നെ ഒരു ഡിസ്റ്റോർഷനും ഇല്ലാതെ എന്താണോ കാണുന്നത് അപ്പടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. പിന്നെ സ്പീഡ് പറയുകയാണെങ്കിലും 80,000 1/80,000 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും ഫ്ലാഷ് സിങ്ക് ചെയ്ത് ഇത്രയും സ്പീഡിൽ നമുക്ക് ഫ്ലാഷ് സിങ്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയും കൂടിയാണ് A9 Mark III. സെൻസറിൻ്റെ കാര്യം പറയണമെങ്കിൽ ലോകത്തുണ്ടാക്കുന്ന എല്ലാ സെൻസറുകളും എടുക്കുകയാണെങ്കിൽ ഏകദേശം 50% സെൻസർ ഉണ്ടാക്കുന്നത് സോണി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മൊബൈലിലായിക്കോട്ടെ ഐഫോണിലായിക്കോട്ടെ അങ്ങനെ എവിടെയൊക്കെ സെൻസർ ഉപയോഗിക്കാൻ പറ്റും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സെൻസർ ഉപയോഗിക്കുന്ന ഒരു കമ്പനി സോണിയാണ്. അതുകൊണ്ട് തന്നെ സോണിയുടെ R&D അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം അത്രയും സ്ട്രോങ് ആയിരിക്കും. സോണിയിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു സെൻസറുമായിട്ടാണ് A9 Mark IIIയുടെ വരവെന്ന് പറയുന്നത്. ഏറ്റവും നല്ല സെൻസറാണ് സോണിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടെ എക്സ്മോർ RS CMOS സെൻസറാണ് ഈ ക്യാമറയിൽ സോണി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൊസസ്സർ ബയോൺസിൻ്റെ XR പ്രൊസസ്സർ തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. 120 ഫ്രെയിം പെർ സെക്കൻഡിൽ യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ A9 Mark III എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോയിൽ 4K യാതൊരു ക്രോപ്പും ഇല്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറയിൽ പറ്റും. അടുത്തായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ്. സ്റ്റില്ലിൽ 759 ആട്ടോ ഫോക്കസ് പോയിന്റ്സും വീഡിയോയിൽ 627 ആട്ടോ ഫോക്കസ് പോയിന്റ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് സോണിയുടെ ആട്ടോ ഫോക്കസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ്. അതിന് മുകളിലായിട്ട് ഒരു AI ബേസ്ഡ് ആയിട്ടാണ് ഈ ക്യാമറ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളൊരു ട്രൈപോഡിലാണ് ക്യാമറ വെച്ചിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ മൂവി ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആട്ടോ ഫ്രെയിമിംഗ് എന്നൊരു ഓപ്ഷൻ
ഈ ക്യാമറയിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിലും കൂടെ സോണി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഹ്യൂമൻ ബോഡി പോസ്റ്റ് ഡിറ്റക്ഷൻ ഓണായിട്ട് സ്കെൽറ്റൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഡിറ്റക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന 7R5 നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഹ്യൂമൻ ബേർഡ് ട്രെയിൻ ഇങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും മാറ്റി കൊടുക്കണമായിരുന്നു. ക്യാമറ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോണി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ബേർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈപ്പ് ഓഫ് ബേർഡ്സിനായിരുന്നു നേരത്തെ ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ബേർഡ്സിൻ്റെ ഐയും ബോഡി സ്ട്രക്ചറും ഒക്കെ AI ഇപ്പോൾ ക്യാമറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ബൈക്ക് റൈഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബൈക്കിനെ ഡിറ്റക്ട് ചെയ്യുന്നത് കൂടാണ്ട് ഹെൽമെറ്റും കൂടെ ഡിറ്റക്ട് ചെയ്തിട്ട് ബോഡി അല്ല കാണുന്നത്, ഹെഡ് അല്ല കാണുന്നതെങ്കിൽ ഹെൽമെറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫോക്കസ് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ ക്യാമറയ്ക്ക് സോണി പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്ത് സോണി അഡീഷണൽ ആയിട്ട് പുതിയൊരു കസ്റ്റം ബട്ടണോടെ കൊണ്ടുവന്നിട്ടുണ്ട്. C5 എന്നൊരു കസ്റ്റം ബട്ടണോടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഫംഗ്ഷനാണോ ഫാസ്റ്റായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് അതിനെ നമുക്ക് ഈ ഒരു ബട്ടൺ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ 4-5 ബട്ടൺസ് നമുക്ക് കസ്റ്റം ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ കാർ സ്ലോട്ട് 2 കാർ സ്ലോട്ടുകൾ, അതും CF എക്സ്പ്രസ് ടൈപ്പ് A SD ഉപയോഗിക്കാൻ പറ്റുന്ന 2 കാർ സ്ലോട്ടും കൂടെ ഇതിനകത്ത് 2 കാർ സ്ലോട്ടാണ് ഈ ക്യാമറയിലുള്ളത്. പല വീഡിയോയിലും നമ്മൾ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയുകയാണ്, 300 മെഗാബൈറ്റ്സിൽ കുറഞ്ഞ സ്പീഡിലുള്ള കാർഡുകൾ ഒരു കാരണവശാലും ഈ ഒരു ക്യാമറയിൽ ഉപയോഗിക്കരുത്. കാരണം അത് ക്യാമറയ്ക്ക് പതിയെ ഡാമേജ് വരുത്തും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടും കിട്ടില്ല. അപ്പോൾ A9 Mark IIIൽ മസ്റ്റായിട്ട് ഒരു ഹൈ എൻഡ് കാർഡ്, എക്സ്പ്രസ് കാർഡ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു ഹൈ എൻഡ് സ്പീഡ് കാർഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സോണിയുടെ A9 Mark IIIലെ ഫോക്കസ് ട്രാക്കിംഗ് നമുക്ക് 3 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഫോക്കസ് ഏരിയയും നമുക്ക് XL ആയിട്ടോ XS ആയിട്ടോ ആസ്പെക്ട് റേഷ്യോയിലോ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് XLലോ XSലോ അങ്ങനെ 2 മോഡലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് ഏരിയ ഡിറ്റക്ഷൻ നമുക്ക് സ്റ്റേബിളായിട്ടോ സ്റ്റാൻഡേർഡ് ആയിട്ടോ റെസ്പോൺസീവ് ആയിട്ടോ ഈ 3 മോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള മോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പീഡ് അനുസരിച്ച് നമുക്ക് ആ സിസ്റ്റം മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ നേരത്തെ ഉള്ള ക്യാമറകൾ പോലെ തന്നെ ജസ്റ്റ് 700 ഗ്രാം വെയിറ്റേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിപ്പം വേണ്ടി വരും എന്നൊരു ഫീല് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ ഒരു ബാറ്ററി ഗ്രിപ്പ് നന്നായിരിക്കും, പ്രത്യേകിച്ച് 7200 ലെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു ബാറ്ററി ഗ്രിപ്പ് സോണിയുടെ തന്നെ ഒറിജിനൽ ഗ്രിപ്പ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, 2 ബാറ്ററി നമുക്ക് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഷൂട്ടിംഗ് ടൈം നമുക്ക് കിട്ടും. 2, വളരെ കംഫർട്ടബിളായിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക്.